റേം അപ്പം നമുക്ക് പുതിയ വന്നേ ഇപ്പൊ 6K അല്ലേ അടിപൊളി ബ്രാൻഡ് അല്ലേ വില ഉണ്ടാവും ഇത് നമുക്ക് എത്രക്ക് കൊടുക്കാം അപ്പൊ ഏകദേശം സ്പെഷ്യൽ ഓഫർ ആയിട്ട് ഒരു 39 റുപ്യ കൊടുക്കും. പറഞ്ഞാൽ എന്താ അറിയോ നമ്മളെ കസ്റ്റമറെ സംബന്ധിച്ച റേറ്റ് ആണ് ഈ സംഗതി സംബന്ധിച്ച റേറ്റ് അല്ല അതേ സംഗതി ശരിയാണ് പക്ഷെ നമ്മളെ തേടി വരുന്ന കസ്റ്റമറിന് 39 എന്ന് പറയുമ്പോ പ്രീമിയം കൂട്ടി സംഗതി വിലയൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആകണം. അതെന്താ നോർമലി നമ്മളെ കസ്റ്റമർ എങ്ങനെയാ നമ്മുടെ അടുത്ത് തന്നെ കസ്റ്റമർ ഒരു 37-38 ആ റേഞ്ചാ വരുന്നത്. ഇനി ബ്രാൻഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് രസം കൂടി ചിന്തിച്ചൊരു വരാം ഓക്കെ എന്നാ ബ്രാൻഡഡിൽ നമ്മൾ എന്ത് ചെയ്യണം കസ്റ്റമറിനെ പരിഗണിക്കണം. അപ്പൊ ആ രീതിയിലുള്ള റേറ്റ് ആ റേറ്റ് പറയാം ഒന്ന് നോക്കിട്ട് അങ്ങനെ ശരിയാണ്. അതെ അതിന് സാധനം ഉണ്ട് മുതലുണ്ട് ബ്രാൻഡും ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും കസ്റ്റമറിന് എന്നുള്ളതാണ്. എന്തേലും ചെറുതായിട്ട് കൂടി നമുക്ക് നോക്കാം. ഒരു 36 MB കൊടുക്കോ ലാസ്റ്റിന്റെ ചോദ്യം 36 MB കസ്റ്റമർ സംഗതി ശരിയാണൊക്കെ എന്തായാലും 36 ഒരു 50 നമ്മൾ അല്ല ഇത് പണ്ട് നമ്മളെ കസ്റ്റമർ നമ്മളോടനെ ചൂടായിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഓടി കൊടുത്ത് അതേ സാധനം സെയിം പ്രിന്റ് രണ്ടാമതോട് പിന്നെ ഡിസ്കൗണ്ട് കൊടുത്തു വില കുറച്ച് വെച്ച കസ്റ്റമറുകളുണ്ട്. കാരണം നമ്മളിന് അത്രയും കസ്റ്റമർ ഉണ്ട്. ഇത് നമ്മളെന്താ പറയുക ഇത് ചെറിയൊരു ഇതിട്ട് കണ്ട് കസ്റ്റമറോട് കൊടുക്കുക ഏത് നമ്മളെ കസ്റ്റമർ കൊണ്ടുപോട്ടെ ഈ രണ്ടു അങ്ങനെയാണ് ഇത് നമുക്ക് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇനിയിപ്പോ അതിലെ കൂടുതലോ കുറവോ നിൽക്കാൻ അറിയില്ല. ഒരു 2 റുപ്യ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ഒരു 34 ബാക്കി കൊടുക്കാൻ പറ്റുമോ? പ്രീമിയം അതെ പ്രീമിയാണ് എക്സ്പോർട്ടാണ്. ഇത് പറ്റുമെന്നുള്ള ചോദ്യം കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുമോ? 34.50 കൊടുക്കാൻ പറ്റുമോ? ഈ രണ്ട് പ്രിന്റ് മാത്രം 6Kന്റെ ടൈലൊക്കെ ഇറങ്ങിയിട്ടില്ല റഹീമേ. 6Kന്റെ ഇന്ന് ഫുള്ള് ഇന്ന് നമുക്ക് വെറൈറ്റി ഓഫറാണ്. വെറൈറ്റി ഓഫറാ ഓക്കെ. നമ്മൾ 6.4 സ്റ്റാൻഡേർഡ് എടുത്തു. 4.2 സ്റ്റാൻഡേർഡ് കൊടുക്കാൻ പറയാ. 4.2 സ്റ്റാൻഡേർഡ് അല്ല സ്റ്റാൻഡേർഡിന്റെ മേലെ പ്രീമിയം തന്നെ കൊടുക്കും. 4.2 പ്രീമിയം ആണ്. ഓഫർ ആയിട്ട് മാർച്ച് ഓഫർ ഓഫറായിട്ട് ഓക്കെ. അപ്പൊ എന്നാ പാവട്ടാ പൊളിക്കല്ലേ? എത്ര ഡിസൈനാ? 3 ഡിസൈൻ ഓക്കെ. ഓ ഫസ്റ്റ് നമുക്ക് 6Kന്നെ വിളിച്ചാലോ? ഓക്കെ ഒരു മിനിറ്റ് ബോക്സ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും 6K ഏതാന്നുള്ളത്. പാക്കിംഗ് അല്ലേ? ഓക്കെ സൈഡിലുണ്ടാവും ഡിസൈൻ പേരുണ്ടാവും അല്ലേ? ഓക്കെ സൂപ്പർ ഡിസൈൻ ഓക്കെ. ബ്രാൻഡ് വേണ്ടവർക്ക് ബ്രാൻഡ് അല്ലേ? 6K സെറാമിക് ഉണ്ടോ? 6K സെറാമിക് ഓക്കെ. ബ്രാൻഡിന്റെ പിന്നാലെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ബ്രാൻഡ് ആയിട്ടൊന്നും കാര്യമില്ല. നമ്മള് വില കുറച്ച് കൊടുക്കൂല്ലേ? നമ്മൾ പക്ക നമ്മള് കസ്റ്റമർ കൂടുതലുള്ള ആൾക്കാരാണ്. ഇപ്പൊ 6.4 ഇങ്ങനെ നമ്മള് നല്ല വീഡിയോ ചെയ്തപ്പോ ഇന്നിപ്പോ ഒരു കസ്റ്റമർ വിളിച്ചിരുന്നു. അല്ല നിങ്ങൾ 6.4 അല്ല 4.2 ചെയ്യുന്നില്ലെന്ന് ചോദിച്ചു. 4.2 സ്ഥിരം ചെയ്യുന്നതാണല്ലോ. 4.2 സ്ഥിരം ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഇപ്പൊ അടുത്ത വീഡിയോസ് ഒക്കെ നമ്മൾ 6.4 ചെയ്തത്. അപ്പൊ നമുക്ക് അത്ര വലിപ്പമുള്ള വേണ്ട 4.2 ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പുതിയ ലോഡ് ഇറങ്ങുന്നുണ്ട് അല്ലെ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് 6Kല് 4.2 ഡിസൈന് ഡിസൈൻ ആണ്. നല്ല ഗ്ലോസി ഉണ്ട്. നല്ല ഗ്ലോസി ഉണ്ടാവും. ബ്രാൻഡ് ആയതുകൊണ്ട് സംശയ കാര്യങ്ങളൊന്നും വേണ്ട. ഓക്കെ അടുത്തൊന്ന് പിടിച്ചാലോ? ജൽഫ ഇത് ഇമ്പോർട്ടഡ് ആണോ? എക്സ്പോർട്ട് പോകുന്ന സാധനം. എക്സ്പോർട്ടിന് വേണ്ടി പോകാം നമ്മൾ എടുക്കുന്നൊക്കെ എക്സ്പോർട്ട് സാധനങ്ങളാണ്. ഓക്കെ എക്സ്പോർട്ട് ഓസ്ട്രേലിയയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന സാധനം കേട്ടോ. ഒരു ബ്ലൂ ഷെയ്ഡ് അല്ലേ? ബ്ലൂ നല്ല രസമുണ്ട്. 2 വെക്കുന്നുണ്ടോ? 2 വെച്ച് കണ്ടിട്ടാ ഞാൻ വെക്കണോ? ഹൈറ്റ് ആവൂല കുഴപ്പമില്ല. ചെറിയ രീതിയിൽ ഡിസൈൻ കാണിക്കാൻ വേണ്ടിട്ടാ. ഡിസൈൻ ആയിരിക്കും. ലൈറ്റ് കളർ ബ്ലൂ
അല്ലേ? നല്ല രസമുള്ള ഡിസൈൻ ആണ് കേട്ടോ. എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ നിങ്ങൾക്കൊന്നും കോംപ്രമൈസ് കാര്യങ്ങളൊന്നും വേണ്ടിയില്ല. അടുത്തൊന്നുകൂടി പിടിച്ചാലോ? എത്ര? 3 ഡിസൈനാ? 3 ഡിസൈൻ ഇന്ന് വന്നാലേ. ഇതും ബ്രാൻഡ് ന്യൂ ഡിസൈൻസ് ആണ്. ഇതും അതേ സെയിം സാധനം കേട്ടോ. എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. വൈറ്റില് വൈറ്റ് 3 ഡിസൈൻ അല്ലേ? സൂപ്പർ. ഈ സംഭവം 6-4 വരാറില്ലേ? അല്ലേ? വൈറ്റ് ആവുമ്പോൾ കോമൺ ആണ്. കോമൺ ആണ്. ഓക്കെ. സ്റ്റിക്കറായി വെച്ചില്ലേ പിന്നെ ഓർമ്മ കിട്ടില്ലല്ലേ? ഏതടുത്തൊന്നൊരു ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഇത്രയും 3 ഡിസൈൻസ് ആണ് പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. പ്രീമിയം ക്വാളിറ്റി. 4 പ്രീമിയം ക്വാളിറ്റി. അവിടെ എങ്ങനെ ഡിസൈൻസ് ഒക്കെ ഉണ്ട്? ഡിസൈനാണ്. അവിടെ ഈ ബ്ലൂ ഡിസൈൻ ആ വൈറ്റ് ഒക്കെ സൂപ്പർ പ്രിന്റുകളാണ്. പിന്നെ എക്സ്പോർട്ട് ക്വാളിറ്റി അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടാവും. പെട്ടെന്ന് ചളിയാ അത്ര പെട്ടെന്ന് അറിയില്ല. അറക്കന്റെ പാറ്റേണുകളൊക്കെ അങ്ങനെ തന്നെയാണ്. നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ്. ഒരു ലെതർ ടൈപ്പ് ഡിസൈൻ ഒക്കെ ആയിട്ട് വരും മൊത്തം വരുമ്പോ. നമുക്ക് എങ്ങനെ ഇതിന്റെ ഒക്കെ വില കൊടുക്കാൻ പറ്റുക? ആൾക്കാർക്ക് വിലയൊക്കെ അറിയേണ്ടി വരിക. മെയിൻ റേറ്റ് അല്ല നമുക്ക്. ഇപ്പൊ നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും പാവട്ട? റേം അപ്പൊ നമുക്ക് പുതിയ വന്നേ ഇപ്പൊ 6 അല്ലേ? അടിപൊളി ബ്രാൻഡ് അല്ലേ? വില ഉണ്ടാവും. ഇത് നമുക്ക് എത്രക്ക് കൊടുക്കാം? ഇപ്പൊ ഏകദേശം അത് 50 രൂപ വരില്ല കേട്ടോ. നമുക്ക് കസ്റ്റമറോട് പറയാൻ പറ്റില്ല. നമുക്ക് സ്പെഷ്യൽ ഓഫർ ആയിട്ട് 39 രൂപ കൊടുക്കും. പറഞ്ഞാൽ എന്താ അറിയോ, നമ്മളെ കസ്റ്റമറെ സംബന്ധിച്ച റേറ്റ് ആണ്. ഈ സംഗതി സംബന്ധിച്ച റേറ്റ് അല്ല. അതേ സംഗതി ശരിയാണ്. പക്ഷെ നമ്മളെ തേടി വരുന്ന കസ്റ്റമറിന് 39 എന്ന് പറയുമ്പോ പ്രീമിയം കൂട്ടി സംഗതി വിലയൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കണം. അതെന്താ നോർമലി നമ്മളെ കസ്റ്റമർ എങ്ങനെയാ, നമ്മുടെ അടുത്ത് തന്നെ കസ്റ്റമർ ഒരു 37-38 ആ റേഞ്ചാ വരുന്നത്. ഇനി ബ്രാൻഡഡ് എന്ന് പറഞ്ഞുകൊണ്ട് രസം കൂടി ചിന്തിച്ചൊരു വരാം. ഓക്കെ, എന്നാ ബ്രാൻഡഡിൽ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറിനെ പരിഗണിക്കണം. അപ്പൊ ആ രീതിയിലുള്ള റേറ്റ് ആ റേറ്റ് പറയാം. ഒന്ന് നോക്കിട്ട് സംഗതി ശരിയാണ്. അതെ, അതിന് സാധനം ഉണ്ട്, മുതലുണ്ട്, ബ്രാൻഡും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു കൊടുക്കും കസ്റ്റമറിന് എന്നുള്ളതാണ്. ഇല്ല 37 രൂപ ലാസം കൊടുക്കും. എന്തേലും ചെറുതായിട്ട് കൂടി നമുക്ക് നോക്കാം. ഒരു 36 MB കൊടുക്കോ? ലാസ്റ്റിന്റെ ചോദ്യം 36 MB കസ്റ്റമർ സംഗതി ശരിയാണ്. എന്തായാലും 36 ഒരു 50 സമ്മതിക്കും. എന്താ നമുക്ക് റെഡി? 6 ബ്രാൻഡ് ആയിക്കോട്ടെ. 36 MB നമ്മൾ കൊടുക്കും. ഇല്ല 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 ആയിക്കോട്ടെ. അപ്പൊ 36 MB പിടിച്ചു വാങ്ങില്ലേ? വാങ്ങി നമ്മളെ കസ്റ്റമർക്ക് കൊണ്ട് വിരിക്കട്ടെ. 6 വിരിക്കട്ടെ. അതും 6 ബോക്സ് കണ്ടത്. അതെ, 6 പ്രീമിയം 36 MB കൊടുക്കാം. അത് ഒരിക്കലും പാടില്ല. അത് സംഭവിക്കും. അതെ അതെ അല്ല, ഇത് പണ്ട് നമ്മളെ കസ്റ്റമർ നമ്മളോടനെ ചൂടായിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഓടി കൊടുത്ത് അതേ സാധനം സെയിം പ്രിന്റ് രണ്ടാമത്തോട് പിന്നെ ഡിസ്കൗണ്ട് എടുത്തു. വില കുറച്ച് തരും വെച്ച കസ്റ്റമറുകളുണ്ട്. കാരണം നമ്മളിന് അത്രയും കസ്റ്റമർ ഉണ്ട്. പ്രശ്നം. അതെ, ഓക്കെ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയുള്ള നമ്മൾ കാണിച്ചു കൊടുക്കാം. അല്ല അതിപ്പോ എന്താ അറിയോ, 6
ബ്രാൻഡഡ് ആണ് നമ്മൾ 36,000 കൊടുത്തത്. അപ്പൊ നമ്മൾ നോർമൽ പ്രീമിയം നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടഡ് ആണ്, ഓക്കെ, അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആണ്. എന്നാലും കസ്റ്റമർ എന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കണ്ടേ. അപ്പോൾ കസ്റ്റമർ ചോദിക്കണം അപ്പൊ നിങ്ങൾ ബ്രാൻഡഡ് അങ്ങനെ കൊടുക്കും, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക. എന്തായാലും ഒന്നുകൂടി കസ്റ്റമേഴ്സിന്റെ ഒപ്പാണ്. അതല്ല എന്താ അറിയാം നമുക്ക് ഇപ്പത്തെ നോർമൽ കസ്റ്റമർ 36-37 തന്നെയാണ് ഇപ്പൊ നോർമൽ വരുന്നത്. പക്ഷെ ഇപ്പത്തെ നോർമൽ നമ്മളിപ്പോ ഈ ഒരു മാസത്തിലുള്ള ഒരു അത് കൊടുക്കണം. അതെ അപ്പം അതെ ആ രീതിയിൽ നമ്മൾ എന്താ പറയുക, ഇത് ചെറിയൊരു ഇതിട്ട് കണ്ട് കസ്റ്റമറോട് കൊടുക്കുക. ഏത് നമ്മളെ കസ്റ്റമർ കൊണ്ടുപോട്ടെ. ഈ രണ്ടു ഇല്ല നടക്കട്ടെ. ബാബുട്ടൻ പറഞ്ഞല്ലേ, ബാബുട്ടൻ എന്തറിയോ ഇപ്രാവശ്യം കുറെ ഫാൻസ് ഉണ്ട് ബാബുട്ടന്. ഒരുപാട് ആൾക്കാരെ വിളിക്കുന്നുണ്ട് ബാബുട്ടനെ. ബാബുട്ടൻ അവരെ ഹാപ്പി ആകട്ടെ. ബാബുട്ടൻ പറഞ്ഞോട്ടെ. അല്ല അപ്പൊ ആരൊക്കെ നമ്മൾ എത്ര ലാസ്റ്റ് വന്നത് 36 ലാസ്റ്റ് കൊടുക്കാം വന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് ഇത് നമുക്ക് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഇനി അതിലെ കൂടുതലോ കുറവോ നിൽക്കാൻ അറിയില്ല. ഒരു 2 ഉറുപ്പിക നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുമോ? ഒരു 34 ബാക്കി കൊടുക്കാൻ പറ്റും. പ്രീമിയം, അതെ പ്രീമിയാണ്, എക്സ്പോർട്ടാണ്. ഇത് പറ്റുമോ എന്നുള്ള ചോദ്യം. കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും 34,50 കൊടുക്കാൻ പറ്റും. റഹീമേ നടക്കട്ടെ പോട്ടെ. ഈ 2 പ്രിന്റ് മാത്രം ഈ ഇയറിന്റെ ആയതുകൊണ്ടും ഇനി ചോദിച്ചു വരുന്നില്ലേ. അപ്പൊ ഈ 2 പ്രിന്റ് 34,50, 6 36,50 ഉറപ്പിച്ചു. ഇതായൊരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് അടിച്ചു പൊളിച്ച് വിരിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. നമ്മള് ബാക്കി എല്ലാ ടൈം വരുമ്പോഴും ആദ്യം റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യാറുണ്ടായിരുന്നു. ഫിക്സ് ചെയ്തിട്ടില്ല. കാരണം ഇത് പക്ഷെ ബാബോട്ടൻ ഞാൻ വേറെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ അതിനെ കുറപ്പിക്കുന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു അല്ലേ ബാബോട്ടാ. നമുക്ക് നമ്മുടെ കസ്റ്റമർ കൊണ്ടുപോട്ടെ. അല്ലേ ഈ ബ്രാൻഡഡ് കുറഞ്ഞ ലെവലിൽ വിരിക്കണം എന്നൊരു കസ്റ്റമറിന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടേ വിരിക്കട്ടെ. അത് അല്ലേ കിട്ടില്ല, എവിടെ നിന്ന് കിട്ടില്ല ഉറപ്പാ. അത് വേറെ അവിടെ ഇന്റർനാഷണൽ ബ്രാൻഡാ ആരൊക്കെ. അപ്പൊ എന്നാ അപ്പൊ ഇതിലെന്തായാലും ഹാപ്പി ആവും. ഇനി ഹാപ്പി ആവാത്ത ഹാപ്പി ആവണ്ട. ഇതിൽ ഹാപ്പി ആവാത്ത ഹാപ്പി ആവണ്ട. അത്രേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ടൈലിലെ ഏറ്റവും ബെസ്റ്റ് ഓഫർ സ്റ്റാൻഡേർഡ് പോലും അല്ല, പ്രീമിയം. അപ്പൊ നമ്മുടെ സ്ഥലം ലാസ്റ്റ് പറഞ്ഞു. സ്ഥലം മലപ്പുറം കോട്ടപ്പടി വന്ന കോട്ടക്കരോടിന് 1 കിലോമീറ്റർ വടക്കേമണ്ണയാണ് നമ്മൾ വടക്കേമണ്ണ. ഓക്കെ, അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഈ ലൊക്കേഷൻ നോക്കിക്കോട്ടെ. നമ്മൾ ഡെലിവറി എങ്ങനെയൊക്കെ കൊടുക്കും? നമുക്ക് ഡെലിവറി നമുക്ക് പരിധി ഉണ്ട്, കിലോമീറ്റർ പരിധി ഉണ്ട്. കിലോമീറ്റർ പരിധി ഉണ്ട്. നമ്മൾ ഈ ഓഫറുകളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ദൂരം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഫേവർ എന്നുള്ള രീതിയിൽ മാക്സിമം 30 കിലോമീറ്റർ വരെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാം. പല ആൾക്കാരും ഓൾ കേരളൊക്കെ നടക്കാത്ത ആൾക്കാർക്ക് എന്തും പറയാം. ക്വാണ്ടിറ്റി ലെസ്സോ കാര്യങ്ങളോ പലതും പല രീതിയിലും വരുന്നുണ്ടോ. നമ്മൾ അത്രയും നല്ല ക്വാളിറ്റി നല്ല മെറ്റീരിയൽസ് നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള റേറ്റ് എടുക്കും. നമ്മളെ റേറ്റ് പുറമെ കമ്പയർ ചെയ്യുമ്പോൾ കസ്റ്റമർ എന്തായാലും നമുക്ക് ഓൾ കേരള ഡെലിവറി കൊടുക്കണമെങ്കിൽ ഒറ്റ സാധനം ബാക്കി. അതെ ശരി. അല്ല നമ്മള് സാധനത്തിന്റെ പിന്നെ ക്വാളിറ്റിയും അതിന്റെ റേറ്റും വെച്ച് നോക്കുകയാണെങ്കിൽ കസ്റ്റമർ തന്നെ അറിയാൻ കഴിയും. അത് ആൾക്കാരെ കൊടുക്കാൻ കഴിയില്ല. നമ്മള് ഡെലിവറി ചാർജ് ഈടാക്കിയാലും അവരെ നാട്ടിലെ ഷോപ്പില് റേറ്റ് അന്വേഷിക്കുകയാണെങ്കിൽ ഇവർക്ക് ഡെലിവറി ചാർജ് കൊടുത്താലും ബെനിഫിറ്റ് ആയിരിക്കും. അത് കസ്റ്റമർ ചിന്തിക്കണില്ല. നമ്മൾ എത്ര ദൂരം ഉണ്ട്, അപ്പൊ എത്ര വാടക വരുമല്ലേ, അപ്പൊ നമുക്ക് ഒക്കൂലെന്ന് പറയും. പക്ഷെ ഒക്കൂല എന്നുള്ള പിന്നെ അവർ ചിന്തിക്കണില്ല. കാരണം അവർക്ക് 3000 സ്ക്വയർ ഫീറ്റിന്റെ 3000 രൂപ വാടക തന്നെ 1 രൂപ കൂടുള്ളൂ. അപ്പൊ ആരകന്റെ ഒരു സാധനം 36 നമ്മൾ ഫിക്സ് ചെയ്തു. 1 രൂപ കൂടെ 37.50 ഒരു നാട്ടിലെത്തും. ഒരു 3000 രൂപ വണ്ടിക്കൂലി വരുന്നതാണ് ഈ കൂട്ടിക്കോളും. അപ്പൊ ആ സാധനം അവർക്ക് അവരുടെ നാട്ടിൽ എന്തായാലും 37 കിട്ടില്ലല്ലോ, ഒരിക്കലും ഇല്ല. അതാണ് മാറ്റം. അപ്പൊ അത് നമ്മൾ ക്ലിയർ ആയി കൊടുക്കാം. പല ആൾക്കാർക്കും വീഡിയോ കാണുന്നവർക്ക് സംശയം ഉണ്ടാകാറുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ബാക്കിയുള്ള പുതിയ വീഡിയോ കാണാം.